വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. കാണുമ്പോൾ തന്നെ അറിയാം പരിപ്പ് വടയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ഞാൻ എങ്ങനെയാണ് പരിപ്പ് വട തയ്യാറാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലോട്ട് പോകാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മട്ടർ ദാലാണ് എടുത്തിട്ടുള്ളത്. പീസ് പരിപ്പ് എന്നൊക്കെ പറയും, കടലപ്പരിപ്പല്ല. ഇത് കാണുമ്പോൾ രണ്ടും സെയിം ആണെങ്കിലും ഇതിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ പരിപ്പ് വടക്ക് ഈ ഒരു ദാലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ 1.5 കപ്പ് മട്ടർ ദാലാണ് ഞാൻ ഇതിലേക്കായി എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് കുതിർത്തെടുക്കണം. അതിനായി ഇത് മുങ്ങുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഇത്രയും വെള്ളമൊഴിച്ച് ഞാൻ ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ ഇപ്പോൾ പരിപ്പൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ജാറിലിട്ട് കുറച്ചായിട്ടാണ് ഞാനിതുപോലെ പൾസ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇതിലല്പം തരിയോട് കൂടിയിട്ടാണ്. കഴിക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിലായിരിക്കണം ഇത് അരച്ചെടുക്കേണ്ടത്. പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണിത് വേണ്ടത്. ഇതിപ്പോൾ ഫൈനായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല. ഇതിൽ പരിപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇടയിൽ കിടക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള പരിപ്പും ഇതുപോലെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ വേണം ഇത് ഇതുപോലെ അരച്ചെടുക്കാൻ. ഇതിലൊട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം അജുവൈൻ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അയമോദകമാണിത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ക്രഷ്ഡ് ചില്ലിയാണ്. അതല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് തന്നെ ഒരു 3 വറ്റൽമുളക് ഇട്ട് അരച്ചെടുത്താലും മതി. ഇനി അല്പം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു അരമുറി സവാള കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലിട്ട വെജിറ്റബിൾസൊക്കെ നന്നായി മിക്സ് ആകുന്നത് വരെ കൈവച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായി ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടും വെള്ളമില്ലാതെയാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളയാക്കി കയ്യിൽ വെച്ച് തന്നെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എല്ലാ സൈഡും തിന്നായിട്ട് വേണം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ അകഭാഗം വെന്ത് കിട്ടില്ല. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള വടയും കൂടി ഇതുപോലെ ഞാൻ ഷേപ്പാക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം അല്പം ഫ്ലെയിം കുറച്ച് വെക്കാം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പുറംഭാഗം കരിഞ്ഞു പോകും, അകം വേവാത്ത അവസ്ഥയും ആകും. അതുകൊണ്ട് ഈ സമയം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതുപോലെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാൻ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മട്ടർ ദാൽ വെച്ച് നിങ്ങൾ പരിപ്പ് വട തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് മട്ടർ ദാൽ വെച്ച് പരിപ്പ് വട തയ്യാറാക്കിയാൽ. അങ്ങനെ ഇപ്പം പരിപ്പ് വട ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ ഇതിനെ കോരി മാറ്റാം. അങ്ങനെ ഇപ്പോൾ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള വടയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.